വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ബന്ധമില്ലെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദംബിക പാൽ. വഖഫ് ബോർഡ് മതസ്ഥാപനമല്ല, ഒവൈസി ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതല്ല, മുസ്ലിങ്ങളെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ജഗദംബിക പാൽ പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഒവൈസിയും മുസ്ലിം വ്യക്തി നിയമ ബോർഡും പ്രതിഷേധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ബന്ധമില്ലെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ വ്യക്തമാക്കിയത്. വഖഫ് ബോർഡ് ഒരു മതസ്ഥാപനമല്ല, ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്നും ഒവൈസി ഉൾപ്പെടെയുള്ളവർ മുസ്ലിങ്ങളെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ജഗദാംബിക പാൽ പറഞ്ഞു. वक्फ बोर्ड एक स्टैच्यूटरी बॉडी है, रिलीजियस बॉडी नहीं है. वक्फ की प्रॉपर्टी की देखभाल करने वाली वो वक्फ बोर्ड की प्रॉपर्टी है. तो ये कहना देश को गुमराह करना ओवैसी के द्वारा और ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड जिसको ज्वाइंट पार्लियामेंट्री कमेटी ने बुलाया और उसके बावजूद भी वो जंतर मंतर में प्रदर्शन किया. अभी हमने रिपोर्ट सबमिट किया, उसके आधार पर सरकार प्रूव करके अमेंडेड बिल आएगी. अगर वो अमेंडेड बिल आएगा सदन में, വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഭൂമിയും വഖഫ് കയ്യേറിയിട്ടുണ്ടെന്നും നിയമ ഭേദഗതി ഭൂമി നഷ്ടപ്പെടുന്ന നിരവധി പേർക്ക് ആശ്വാസമാകുമെന്നും JPC അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. പാർലമെന്റിന്റെ ഈ സമ്മേളന കാലയളവിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ജനം, ഡൽഹി.